ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഓട്ടോകളുണ്ട്. പക്ഷേ കിടന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കിയ ഒരു ഓട്ടോയെ പരിചയപ്പെട്ടാലോ? അതാണ് ഈ ഓട്ടോ. കിടക്കയുള്ള ഓട്ടോ എന്നാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. വണ്ടി ലോങ് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യുക, വണ്ടി കിടന്നു പോവുക. ഇൻറ്റീരിയർ ആണെങ്കിൽ ഗോൾഡൻ വർക്ക്, ലേസർ കട്ട്, ലൈറ്റിംഗ് വർക്കൊക്കെ ചെയ്തേക്കണത്. സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. ഓൾട്രേഷൻ കുറച്ച് ആവശ്യത്തിന്, ഓവറല്ല, യാത്രാസുഖം കൂടുതലാണ് വണ്ടിയിൽ. കൂടുതൽ നൈറ്റ് ഓടുന്ന ടീമുകൾക്ക് സുഖമാണ്. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കവറായിട്ട് ഡ്രൈവറിനകത്ത് കിടന്നുറങ്ങാം. യൂബർ ഓടുന്ന ടീമാർ ഈ നൈറ്റ് ഒരു കോട്ടം കൂടുതലും. അപ്പോൾ എറണാകുളത്താണെങ്കിലും അവർക്ക് കുറച്ച് നേരം കിടക്കണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കിടക്കാം. അതാണ് ഈ വണ്ടിക്കാർ ഉദ്ദേശിക്കുന്നത് കൂടുതലും. പിന്നെ അവൻ്റെ ഉമ്മാക്കുമ്പോൾ അപ്പം സുഖമില്ലാത്തതാണ്. അപ്പോൾ അവരായിട്ട് പോകണമെങ്കിലും അവർക്ക് കിടന്നു പോകാം. അല്ലാണ്ട് പാസഞ്ചറിനല്ല, അവരുടെ ഉമ്മാനുമ്പോൾ അപ്പം ഉദ്ദേശിച്ചാണ് അവൻ ഇത് ചെയ്യണമെന്നുള്ള ഇത് പറഞ്ഞത്. അപ്പോൾ അവനൊരു കാര്യം പറഞ്ഞ് നമ്മൾ അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം ചെയ്തു കൊടുത്തു. മാഷാഅല്ലാഹ്. From the long journey, people fall asleep. Very nice ride. Can I take it to the U.S.? I like it. We just have cars, taxis, no tuk-tuks. I'd like to have one. മൾട്ടിവുഡിൽ ലേസർ കട്ട് ചെയ്ത് പിക്സൽ ഓടിച്ച് അതിൽ വിനൈൽ സ്റ്റിക്കറൊക്കെ ഓടിച്ച് ചെയ്തേക്കണാണ്. വിത്ത് ഗോൾഡൻ വർക്കാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന സ്റ്റീലാണ്. ഇത് ബസ്സിന് ചെയ്യണ മാതിരി തന്നെ കുറച്ച് ഗോൾഡൻ വർക്കാണ് ചെയ്തേക്കണത്. എൻ്റെ മനസ്സിലിങ്ങനെ ഓരോന്ന് തോന്നും. തോന്നുന്ന രീതിയിലാണ് ഓരോ വണ്ടി ഇങ്ങനെ ഇറക്കണം. ഒരെണ്ണം ചെയ്യുമ്പോൾ മറ്റൊന്ന് വെറൈറ്റി ആക്കി ഇറക്കണം. അതുകൊണ്ട് അങ്ങനെ യൂട്യൂബറിൽ ഇങ്ങനെ കയറിക്കാൻ ഇപ്പോൾ ഫേമസ് ആയിപ്പോൾ. ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ നിന്ന് വർക്ക് വരാൻ തുടങ്ങി. കർണാടക, ആന്ധ്ര, പിന്നെ തമിഴ്നാട്, ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഗുജറാത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ജാർഖണ്ഡിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒരുപാട് എനിക്ക് ഇല്ല, വരച്ചൊന്നും നോക്കൂല, എനിക്ക് തോന്നണ പോലെ അങ്ങോട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാനാണ് ഇതൊക്കെ. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാധാരണ ഓട്ടോറിക്ഷ. പക്ഷേ ഒരിക്കലെങ്കിലും ഇതിൻ്റെ അകം കാണുകയോ ഈ ഓട്ടോയിൽ യാത്ര ചെയ്യുകയോ ചെയ്താൽ ആരും ഈ ഓട്ടോയെ മറക്കാനിടയില്ല. ശരത് അമ്പാട്ടുകാവിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണുപ്രകാശാണ് നമ്മുടെ കൂടെയുള്ളത്. വിഷ്ണു, ശരിക്കും ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത ആൾക്കാർ അടിപൊളിയാണല്ലേ? അവരാണല്ലോ നമ്മുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അമീർ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ആ ഓട്ടോ കാണുന്ന, അതിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ടൂറിസ്റ്റ് വന്നിട്ട് ഞാനങ്ങ് US കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുന്നത്, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നത്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഇത്രത്തോളം പ്രയോജനമാകുന്നുണ്ട്. എല്ലാവരെയും ആകർഷിക്കാൻ തരത്തിൽ, വിശ്രമിക്കാനൊക്കെ പറ്റിയ തരത്തിൽ ഒരു ഓട്ടോ, അത് വെറൈറ്റിയും കൂടിയാണ്. നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലെല്ലാവരും വിദേശ രാജ്യത്തും നമ്മുടെ രാജ്യത്തും ഇപ്പോൾ അധികമായി കാണുന്നുണ്ട്. ഈ ദൂരയാത്രകളൊക്കെ പോകുമ്പോഴത്തേനും വാഹനത്തിൽ തന്നെ കിടന്ന് വിശ്രമിക്കാനുള്ള സൗകര്യമുള്ള കാരവനെ മാറ്റി നിർത്തിയാൽ മറ്റു കാറുകളും ഇല്ല, ജീപ്പ്, അങ്ങനെ ആധുനിക SUVകളൊക്കെ അതിന് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഓട്ടോയിൽ ഇതിനു വേണ്ട ഒരു സജ്ജീകരണം അത് ക്രമീകരിക്കുന്നത് അത് ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ മട്ടാഞ്ചേരിയിലുള്ള അമീർ എന്ന വ്യക്തിയുടെ ഓട്ടോറിക്ഷയാണ് ഇത്തരം ഒരു രൂപമാറ്റത്തിന് അത് ചെയ്തിട്ടുള്ളത്. ഈ അമീർ എന്ന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ജോലി ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം ദൂരസ്ഥലത്ത് പോയിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇതായിരുന്നു. ഈ ജോലിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തിന് പുറത്തുള്ള മറ്റു ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ വാഹനത്തിൽ തന്നെ വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കണം. അതിനുവേണ്ടി ഒരു ഓട്ടോറിക്ഷ വാങ്ങുകയും പിന്നീട് ആ ഓട്ടോയെ അങ്ങനെ രൂപം മാറ്റിയെടുക്കുകയായിരുന്നു. ഈ അമീറിൻ്റെ തന്നെ ബന്ധുക്കളായിട്ടുള്ള നൗഷാദും അതുപോലെ സുഹൈൽ എന്ന രണ്ടു പേരാണ് ഈ ഇതിൻ്റെ ജോലികൾ ചെയ്തത്. അവർക്ക് മട്ടാഞ്ചേരിയിൽ തന്നെ ഒരു ഓട്ടോയുടെ ബോഡി വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു, നൗഷാദിനോടായിരുന്നു ഈ കാര്യം പറയുന്നത്. നൗഷാദാണ് പിന്നീട് ഇതിന് വേണ്ട ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നൗഷാദ്. അപ്പോൾ നൗഷാദിനോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുൻപുള്ള അനുഭവങ്ങളിൽ നിന്നെല്ലാം ഇങ്ങനെ ഒരു ഡിസൈൻ ആവാം, ഇങ്ങനെ കിടക്കേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക. ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് എത്രത്തോളം ആത്മസംതൃപ്തി ഉണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമായതാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിലേക്ക് ചെല്ലുമ്പോൾ ഇനി അമേരിക്കന്റെ തകർപ്പൻ ഓട്ടോ കൂടി നിങ്ങളെ കാത്തിരിപ്പുണ്ടായിരിക്കും. ചെല്ലുന്നവരൊക്കെ ഒന്ന് യാത്ര ചെയ്യുക കേട്ടോ. ശരി.